2025 ജൂൺ 20 അമീർ ഖാൻ്റെ പുതിയ ചിത്രമായ സിതാരെ സമീൻ പർ റിലീസ് ചെയ്തിരുന്നു. 2007 പുറത്തിറങ്ങിയ താരെ സമീൻ പർ എന്ന സിനിമയുടെ ആധ്യാത്മിക അനുബന്ധമാണ് ഈ ചിത്രം. ഈ സിനിമയിൽ അമീർ ഖാനും ജനിലിയ ദേശ്മുഖും പ്രധാന കഥാപാത്രങ്ങളിൽ വേഷം ചെയ്തിരിക്കുന്നു. സിതാരെ സമീൻ പർ ഒരു സ്പോർട്സ് കോമഡി ഡ്രാമ സിനിമയാണ്. സംവിധാനം RS പ്രസന്നയാണ് നിർവഹിച്ചിരിക്കുന്നത്. നിർമ്മാണം അമീർ ഖാനും അപർണ പുരോഹിതും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. സിതാരെ സമീൻ പർ എന്ന ചിത്രം 2018 സ്പാനിഷ് ചിത്രമായ കാമ്പാനിയോൺസിൻ്റെ ഔദ്യോഗിക റീമേക്കായിരുന്നു. ഇത് താരെ സമീൻ പർ എന്ന ചിത്രത്തിൻ്റെ ആത്മീയ അനുബന്ധമെന്ന് വിപണനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നിരവധി ഉറവിടങ്ങൾ പ്രകാരം ഇതൊരു റീമേക്ക് തന്നെയാണ്. ഈ സ്പാനിഷ് സിനിമയെ ആസ്പദമാക്കി ഇംഗ്ലീഷിലെയും മറ്റൊരു സിനിമ പുറത്തു വന്നിരുന്നു. ചാമ്പ്യൻസ് എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട ആ സിനിമയായിരുന്നത്. സിതാരെ സമീൻ പർ എന്ന ചിത്രത്തിൽ ആമിർ ഖാൻ ബാസ്കറ്റ്ബോൾ കോച്ചായി അഭിനയിക്കുന്നു. അദ്ദേഹം ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളടങ്ങിയ ഒരു ടീമിനെ പരിശീലിപ്പിക്കേണ്ടി വരുന്നതാണ് സിനിമയുടെ പ്രമേയം. അമീർ ഖാൻ പ്രൊഡക്ഷൻസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. താരെ സമീൻ പർ എന്ന ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഉള്ളതാണെന്ന് പറയാനാകില്ല. എങ്കിലും ഈ ചിത്രം ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെ ആത്മസംഘർഷങ്ങളുടെയും യഥാർത്ഥ അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു പ്രചോദനമാണ്. ആമോൾ ഗുപ്തയെയും ദീപാ ഭാട്ടിയെയും ചേർന്ന് ഈ കഥ എഴുതുമ്പോൾ ഇന്ത്യയിൽ പഠന പ്രതിബന്ധങ്ങളുള്ള ഒരുപാട് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ പരിചരണവും ഗവേഷണവുമാണ് അവർ നടത്തിയിരുന്നത്. താരെ സമീൻ പർ എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമിയിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്നാണ്. ഈ സിനിമ ഡിസ്ലെക്സിയ എന്ന പഠനവുമായി ബന്ധപ്പെട്ട് പോരാടുന്ന 8 വയസ്സുള്ള ഇഷാൻ ആവസ്തി എന്ന കുട്ടിയുടെ കഥയാണ് പറയുന്നത്. അവൻ്റെ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ അധ്യാപകരും മാതാപിതാക്കളും അലസതയുടെയോ ശ്രമക്കുറവിൻ്റെയോ ഫലമായി തെറ്റിദ്ധരിക്കുന്നു. ഇഷാനെ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കുന്നതോടെ അവൻ്റെ ദുഃഖം കൂടുതൽ ആഴത്തിലാകുന്നു. ഇത് മാറുന്നത് പുതിയ ആർട്ട് അധ്യാപകനായ റാം ശങ്കർ നിക്കുംബ് സ്കൂളിൽ എത്തുന്നതോടെയാണ്. നിക്കുംബ് തൻ്റെ കാരുണ്യപൂർവ്വവും സൂക്ഷ്മവുമായ സമീപനത്തിലൂടെ ഇഷാൻ്റെ പ്രശ്നം ഡിസ്ലെക്സിയാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം വ്യക്തിഗത ശ്രദ്ധയും സൃഷ്ടിപരമായ പഠന രീതികളും ഉപയോഗിച്ച് ഇഷാനെ വീണ്ടും വീണ്ടും വിശ്വാസത്തോടെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇഷാൻ്റെ കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിച്ച് അവനിൽ വീണ്ടും ആത്മവിശ്വാസം ഉണർത്തുന്നു. ചിത്രത്തിൻ്റെ അവസാനത്തിൽ ഇഷാൻ ഒരു ആർട്ട് മത്സരത്തിൽ പങ്കെടുത്ത് അവൻ്റെ അതുല്യമായ ശൈലി അംഗീകരിക്കപ്പെടുകയും അത് എല്ലാവരിലും സ്വീകാര്യതയും നേടുന്നു. താരെ സമീൻ പർ ഒരു ശക്തമായ സന്ദേശം നൽകുന്ന ചിത്രമാണ്. ഇത് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പഠന പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുള്ള നമ്മുടെ രാജ്യം, ഡിസ്ലെക്സിയ പോലുള്ള രോഗങ്ങൾ ബാധിച്ച് പഠന വ്യത്യാസങ്ങൾ അറിയാനും അതിനനുസരിച്ചുള്ള സഹായങ്ങൾ നൽകാനും അധ്യാപകരും മാതാപിതാക്കളും തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകത സുദൃഢമായി ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നു. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പഠനം രൂപപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യവും ഈ ചിത്രം തെളിയിക്കുന്നു. ചില കുട്ടികളുടെ കഴിവുകൾ പരമ്പരാഗത പഠനരീതികളിൽ പെടുന്നില്ലെങ്കിലും അവരുടെ സവിശേഷ പ്രതിഭകൾക്ക് പിന്തുണ നൽകുന്നത് വളർച്ചയ്ക്ക് നിർണായകമാണെന്ന് ഈ ചിത്രം വ്യക്തമായി വരച്ചു കാണിക്കുന്നു. കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അതിനോടൊപ്പം അവരുടെ മാനസിക പിന്തുണ നൽകുവാനും മാതാപിതാക്കൾ തയ്യാറാകണമെന്നും ഈ ചിത്രം ഊന്നിപ്പറയുന്നു. പഠന പ്രതിബന്ധങ്ങൾ ഉള്ളവരടക്കം എല്ലാവരും വളരാൻ അവസരം നൽകുന്ന സമാവേശ വിദ്യാഭ്യാസം ഈ രാജ്യത്ത് അനിവാര്യമാണെന്ന് ഈ ചിത്രം വാദിക്കുന്നു. എന്നും ഹൃദയസ്പർശികളായ സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ എന്നും ഇന്ത്യൻ സിനിമയ്ക്ക് കാഴ്ചവെച്ചിട്ടുള്ള അമീർ ഖാൻ്റെ താരകിരീടത്തിലെ ഒരു
പൊന്തൂവലായി ഈ സിനിമ അറിയപ്പെടട്ടെ. ജയ് ഹിന്ദ്.